UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പോലീസ് തലപ്പത്തും അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് തലപ്പത്തും നിർണായക അഴിച്ചുപണിക്ക് സാധ്യതയേറുന്നത്. ക്രമസമാധാന ചുമതലയിലും ഇന്റലിജൻസ് തലപ്പത്തും ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, IAS തലപ്പത്ത് കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള അഴിച്ചുപണി ഉണ്ടായി. ഇപ്പോഴിതാ പോലീസ് തലപ്പത്തും അഴിച്ചുപണിക്കുള്ള സാധ്യതകൾ ഏറുകയാണ്. ആരൊക്കെ എവിടേക്കായിരിക്കും മാറുക, എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക, പോലീസ് തലപ്പത്ത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ, സ്ഥലമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്കെടുക്കാതെ തന്നെയാണ് കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റമുണ്ടായിരിക്കുന്നു. ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. അപ്പോഴും ഈ സ്ഥലമാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹത്തോട് ആരാഞ്ഞപ്പോൾ അതൊക്കെ യൂഷ്വൽ പ്രൊസീജിയറിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അതിന് നൽകിയ മറുപടി. എന്തായാലും ആ ഒരു ഉന്നതതല യോഗത്തിന് ശേഷമാണ് സർക്കാരിന്റെ പോലീസ് നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് തലപ്പത്തും നിർണായകമായ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയെയും അതോടൊപ്പം ഇന്റലിജൻസ് മേധാവിയും വിജിലൻസ് മേധാവിയും അടക്കം ഒരുപക്ഷെ മാറ്റി നിയമിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. തലപ്പത്തെ പ്രധാനപ്പെട്ട അഴിച്ചുപണികൾ അതായിരിക്കാം. അടുത്ത വർഷം ജൂൺ മാസം വരെ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ കാലാവധിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒഴികെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ പരസ്പരം മാറ്റി മറ്റ് തസ്തികകളിലേക്ക് നിയമിക്കുന്ന നടപടികളായിരിക്കും ഒരുപക്ഷെ നടക്കാൻ സാധ്യത. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നതിന് സമാനമായി വിജിലൻസ് ആസ്ഥാനത്തും ആഭ്യന്തരമന്ത്രി എത്തുന്നുണ്ട്. അവിടെയും വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള വിജിലൻസ് തലപ്പത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരുമായ യോഗത്തിൽ പങ്കെടുക്കണം എന്നാണ് നിർദ്ദേശം. അതായത് വിജിലൻസിലും സമാനമായ തരത്തിലുള്ള മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ, മുഖമിരിക്കലുകളൊക്കെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. എന്തായാലും പോലീസ് തലപ്പത്തും അതോടൊപ്പം താഴെത്തട്ടിലേക്കും സമഗ്രമായ ഒരു അഴിച്ചുപണി ഉണ്ടാകും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CIമാർക്ക് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ചുമതല നൽകുന്നതിന് പകരം അത് SIമാർക്ക് നൽകാനുള്ള ഒരു തീരുമാനം കൂടിയായാൽ അതൊരു ചരിത്രപരമായ തീരുമാനമായി മാറും. കാരണം ഒരിക്കൽ CIമാർക്ക് സ്റ്റേഷനുകളുടെ ചുമതല നൽകുന്ന തീരുമാനം നടപ്പിലാക്കിയത് വലിയ പ്രതിസന്ധികൾക്കിടയിലാണ്. അതുമായി ബന്ധപ്പെട്ട പ്രായോഗികമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും തിരികെ SIമാരിലേക്ക് സ്റ്റേഷനുകളുടെ ചുമതല നൽകണമെന്ന ശുപാർശ ഉണ്ടാകുകയും അഭിപ്രായം ഉയരുകയും അത് പഠിക്കുന്നതിനായി പോലീസ് ആസ്ഥാനത്തെ ADGP അടങ്ങുന്ന 5 അംഗ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ ആ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും സമഗ്രമായ ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് പോലീസിലും കളമൊരുങ്ങുന്നത്. ശരി, ഡാൻ തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരെ വധശ്രമം അടക്കം ചുമത്താൻ SIT. വകുപ്പ് തല നടപടിക്കും ശുപാർശയുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം വന്നേക്കും. അതേസമയം ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കും കളമൊരുങ്ങുകയാണിപ്പോൾ. ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ അജി ജുവൽ കുര്യാക്കോസും MLA AD തോമസും അടക്കം അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അത്. അങ്ങനെ നോക്കുമ്പോൾ അന്വേഷണത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയല്ലേ? SITക്ക് മൊഴി നൽകുന്നതിനിടെയാണ് ആലപ്പുഴയിൽ പോലീസ് മർദ്ദനത്തിന് ഇരയായ AD തോമസ് MLAയും അതോടൊപ്പം അജയ് ജുവൽ കുര്യാക്കോസും സംസ്ഥാനത്തിന്റെ നിർണായകമായ പദവിയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ നിർണായകമായൊരു മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയിൽ പറയുന്നത് ഈ റിപ്പോർട്ട് തിരുത്താൻ ADGPയുടെ സമ്മർദ്ദം ഉണ്ടായി. ആദ്യം സമർപ്പിച്ച റിപ്പോർട്ട് വലിച്ചു കീറി ADGP എന്ന തരത്തിലാണ്. അതിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണം MR അജിത് കുമാറിന്റെ ഇടപെടലുകളിലേക്ക് കൂടി നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ 2 ഗൺമാൻമാരടക്കം 5 പേരാണ് ഈ കേസിൽ പ്രതികൾ. അതിൽ അനിൽകുമാറും സന്ദീപും അവരാണ് പ്രധാനമായി
ഈ മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളായിരുന്നു മാധ്യമങ്ങളുടെ അടക്കം പുറത്തു വരികയും ചെയ്തിരുന്നത്. അവർക്കെതിരെ വകുപ്പ് തല നടപടി കൂടി അടിയന്തരമായി ഉണ്ടാകാനാണ് സാധ്യത. സസ്പെൻഡ് ചെയ്ത ശേഷം വകുപ്പ് തല നടപടി ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക. എന്തായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും SIT അടിയന്തര റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ. എന്തായാലും കടുത്ത നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഏതായാലും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ശരിയിടാ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.